ഇനി നമുക്ക് അരി കുതിർക്കാതെ അരക്കാതെയും വളരെ എളുപ്പത്തിൽ അരിപ്പൊടി വെച്ചിട്ട് നെയ്യപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനു വേണ്ടി 1 കപ്പ് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് റവ, 1 നുള്ള് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടെടുക്കാം. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പോലെയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി കുഴിയുള്ള ഒരു ചട്ടി എടുത്ത് എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ മാവ് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. എങ്കിലേ ഇതിൻ്റെ ഉൾവശം വെന്ത് വരത്തുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെയുള്ള ഒരു നെയ്യപ്പാണിത്. അപ്പം ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.